എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവാഭരണ ഘോഷയാത്ര അത് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. അതിൽ തന്നെ ഈ രാജകുടുംബത്തിന്റെ പ്രതിനിധി പങ്കെടുക്കുന്നുണ്ട്. ഒരു മരണവുമായി ബന്ധപ്പെട്ട ഇത്തവണ രാജകുടുംബത്തിന്റെ പ്രതിനിധി ഇല്ലാതെയാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. നാളെ ഘോഷയാത്ര അവിടെ എത്തും. നാളെയാണ് മകരവിളക്ക്. എല്ലാവരും കാത്തിരിക്കുന്ന മകരവിളക്ക് നാളെയാണ്. വലിയൊരു സീസൺ, ഒരു മണ്ഡലകാല മകരവിളക്ക് സീസൺ നാളെ. കോവിഡിന് ശേഷം ഈ എല്ലാ ദേവാലയങ്ങളും തന്നെ അടഞ്ഞുകിടക്കുകയായിരുന്നു. അതിനുശേഷം തുറന്നു എന്നതുകൊണ്ട് തന്നെ ഈ കാത്തിരിപ്പുണ്ടായിരുന്നല്ലോ. സ്ഥിരമായി ശബരിമലയിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴും ഈ വിശ്വാസികളായ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ യുവതീ പ്രവേശനം വലിയ തോതിൽ വിവാദമാവുകയും ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവൊക്കെ ഉണ്ടെങ്കിൽ പോലും കുട്ടികളായിട്ടുള്ള ആളുകളെ ക്ഷേത്രത്തിൽ എത്തിക്കണം എന്നൊക്കെ കരുതിയിരുന്ന പല ആളുകൾക്കും അത് എത്തിക്കാൻ സാധിക്കാതെ പോയി. വലിയ റെക്കോർഡ് തിരക്കാണ് പല ദിവസങ്ങളിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഡാൻ അവിടെ നിന്നും നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഡാൻ, ഗുഡ് മോർണിംഗ്. എന്താണ് സന്നിധാനത്തെ വിശേഷങ്ങൾ? മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ സന്നിധാനത്ത് എങ്ങനെ പുരോഗമിക്കുന്നു? നിരവധി ആളുകളായിരിക്കുമല്ലോ എത്തിച്ചത്. അതുകൊണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൂടിയൊക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് KP അഭിലാഷ് ആൻഡ് രഞ്ജിനി. വലിയ തിരക്കാണ് ഇന്ന് പുലർച്ചെ മുതൽ സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷിച്ചത്ര തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയധികം ആളുകൾ എത്തുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിലയിരുത്തലുകളിലേക്ക് ഒന്നും എത്താൻ ഈ ദേവസ്വം ബോർഡിനും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ അതല്ല സ്ഥിതി. വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഉൾപ്പെടെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരാണ് കൂടുതലായി ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിലും സമാനമായ രീതിയിൽ ഭക്തജനങ്ങൾ വലിയൊരു ഒഴുക്ക് അവിടെ നിന്ന് ഇവിടേക്ക് കയറി വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നാണ് പമ്പ സദ്യ നടക്കുന്നത്. ഒപ്പം തന്നെ പമ്പ വിളക്കും പമ്പ സദ്യയും. അതിനുശേഷം ആ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമായിരിക്കും എല്ലാ വർഷവും ഇവിടെ എത്തുന്ന ഒരു വലിയ കൂട്ടം ഭക്തർ അതിനുശേഷമായിരിക്കും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് മല കയറുക. എന്തായാലും കൃത്യമായി തന്നെ അതായത് ഇനി ഇവിടേക്ക് വരുന്നവരെല്ലാവരും ഹോൾട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെ മകരജ്യോതി ദർശനം കണ്ട് പുണ്യം നേടി മനസ്സ് നിറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നതിന് വേണ്ടി എത്തുന്ന ഭക്തരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ പർണശാലകൾ കെട്ടിക്കൊണ്ട് ഇവിടെ താമസിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് മുതൽ അത് തകൃതിയാകും. ഈ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊന്നും അതായത് നമുക്ക് താമസിക്കാൻ ലഭിച്ചിരിക്കുന്ന ഗസ്റ്റ് ഹൗസുകൾക്ക് സമീപത്ത് പോലും പർണശാലകൾ കെട്ടി കുഞ്ഞു കുട്ടികളും സ്ത്രീകളും അടക്കം 100 കണക്കിന് അയ്യപ്പ ഭക്തരാണ് മകരജ്യോതി ദർശനത്തിനായി ആ ഒരു പുണ്യ നിമിഷം കാത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് മുതൽ ആ തിരക്ക് വീണ്ടും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. കർശനമായ നിർദ്ദേശമാണ് ഇത്തരത്തിൽ പർണശാലകളിൽ ഭക്ഷണം പാകം ചെയ്യരുത്. കാരണം അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാടാണ്, തീ പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ ഭക്ഷണം അവിടെ പാകം ചെയ്യരുത് എന്ന കർശനമായ നിർദ്ദേശമുണ്ട്. അന്നദാന മണ്ഡപങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സൗജന്യമായി തന്നെ അവർ ഒരുക്കി നൽകിയിട്ടുമുണ്ട്. എന്തായാലും പോലീസിന്റെയും വലിയൊരു സുരക്ഷാ സന്നാഹം പോലീസ്, ദേശീയ ദുരന്ത നിവാരണ സേന, ദ്രുതകർമ്മസേന തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്ര സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികളും ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് എത്ര വലിയ തിരക്കാണ് രാവിലെ ഇവിടേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം. വലിയ പാടുപെട്ടാണ് പുലർച്ചെ മുതൽ ഉദ്യോഗസ്ഥർ അവരെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തിരക്ക് ഇനി അങ്ങോട്ട് കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ തീർത്ഥാടകർ കൃത്യമായി ഈ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തേക്കും പരിസരത്തേക്കും എത്തും എന്ന ഒരു വിലയിരുത്തലാണ് നിലവിൽ ഉള്ളത്. അത് ഒരുപക്ഷെ മുകളിലേക്ക് കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 12 സെക്ടറുകളായി തിരിച്ചുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് ഈ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നടക്കം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 12 സെക്ടറുകളിലും ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള 12 DYSPമാർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. അവരായിരിക്കും ഈ 12 സെക്ടറുകളിൽ ഈ തിരക്ക് ഭക്തരെ നിയന്ത്രിക്കുക. അതോടൊപ്പം തന്നെ 8 പ്രധാന വ്യൂ പോയിന്റുകളുണ്ട് ഈ സമീപ പ്രദേശങ്ങളായി. പുല്ലുമേടും പാണ്ടിത്താവളം ഉൾപ്പെടെ 8 പ്രധാന വ്യൂ പോയിന്റുകൾ. ആ 8 പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലും
SP-മാരുടെ മേൽനോട്ടത്തിലാകും. മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ SP-മാർ തന്നെ നേരിട്ടെത്തിയായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക. ഒപ്പം പുല്ലുമേട്ടിലേക്ക് മാത്രം തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള DIG A. ശ്രീനിവാസ് ആയിരിക്കും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി അവിടെ നേരിട്ട് ക്യാമ്പ് ചെയ്യുക. എന്തായാലും നിരവധി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കും. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്കൂടെ പോകേണ്ടതുണ്ട്. എവിടെ നിന്നാണ് അവർ വരുന്നത് എന്ന് ചോദിക്കേണ്ടതുണ്ട്. സ്വാമി എങ്ങനെ നിന്ന് വരുന്നു? ബാഗൽകോട്ട് ബസവരാജ് സ്വാമി, திருநெல்வேலி. திருநெல்வேலி. ஆமா. எங்கനെയുണ്ട് തിരക്ക്? സ്വാമി തിരക്കിരിക്കുമോ? കൂട്ടം நிறைய. എങ്ങനെ വരുന്നു? ಕನ್ನಡ ಸರಿಯಾಗಿ ಶಿವಮೊಗ್ಗ ಜಿಲ್ಲೆ. അപ്പോൾ കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെയുള്ള തീർത്ഥാടകരുണ്ട്. അവരെല്ലാം ആ പുണ്യ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അയ്യനെ കണ്ട് തൊഴുത് മകരജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അയ്യപ്പ ഭക്തർ. അവരുടെ ഒരു വലിയ ഒഴുക്ക്, ഭക്തജന ഒഴുക്ക് ഇന്ന് പുലർച്ചെ മുതൽ ആ സന്നിധാനത്തേക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ ദർശനം തേടിയ ശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കിയവർ പർണശാലകൾ കെട്ടുന്ന നടപടികളിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും ഇന്നത്തെ പ്രധാന ചടങ്ങായ പമ്പാ വിളക്കും പമ്പസദ്യയും. അതിൽ കൂടി പങ്കെടുത്ത ശേഷം സന്നിധാനത്തേക്ക് മല കയറി എത്താനായി കൊതിക്കുന്ന നൂറുകണക്കിന് അയ്യപ്പ ഭക്തരുണ്ട്. അവർ കൂടി എത്തുന്നതോടെ ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകും സന്നിധാനവും പരിസരവും. എല്ലാവർക്കും ഒരേ വഴി, ഒരേ ലക്ഷ്യം, ഒരേ കാഴ്ചകൾ. ആ കാഴ്ചകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരെല്ലാമെന്ന് നമുക്കറിയാം. ഏതായാലും ഒരു ദിനം മാത്രമാണ് മകരസംക്രമ ജ്യോതി തെളിയുന്നതിന് വേണ്ടി അവശേഷിക്കുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അവസാനപ്പെട്ട തയ്യാറെടുപ്പുകൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. KP അഭിലാഷ്, രഞ്ജിനി.